ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ ഈ ഒരു കറന്റ് എനർജിയും നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ, കറന്റ് എനർജി ആൻഡ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഓക്കെ, എന്താണ് നിങ്ങളുടെ കറന്റ് എനർജി? എന്താണ് എന്താണ് നിങ്ങളുടെ കറന്റ് എനർജി? കറന്റ് എനർജി എന്താണ്? നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? കറന്റ് എനർജി ആൻഡ് സിറ്റുവേഷൻ എന്താണ്? ക്ലാരിഫിക്കേഷൻ ടാരോട്ട് കാർഡ്സ് എടുത്ത് നോക്കാം. കറന്റ് എനർജി എന്താണ്? നിങ്ങളടുത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ക്യൂൻ ഓഫ് വൺസ്, ദ മജീഷ്യൻ. എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? Seven of Cups, Six of Pentacles, യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ജഡ്ജ്മെന്റ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ മൂൺ കാർഡാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതാണ്. ഈ കാർഡ്സ് കണ്ടാൽ തന്നെ മനസ്സിലാകും നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് റിലേഷൻഷിപ്പില് നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചിലവരുടെയെങ്കിലും എനർജിയിൽ നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജോബിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളുടെ ഈ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് എനിക്കത് കിട്ടും, എന്നിലേക്ക് അത് വന്നു ചേരും എന്നുള്ള എനർജിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പേടിയുണ്ട്, ആൻസൈറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഉത്കണ്ഠ വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ സിറ്റുവേഷൻസ്, അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പേടിയും അതുപോലെ ആൻസൈറ്റിയും ഒക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്നുമുണ്ട്. ഓക്കെ, നിങ്ങളടുത്ത് യൂണിവേഴ്സ് പറയുന്ന കാര്യം, ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്, ജഡ്ജ്മെന്റ് കാർഡ് വന്നിട്ടുണ്ട്, 6 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്.
നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. അതായത് മജീഷ്യൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാന്ത്രികന്റെ പവറാണ്. അതായത് ഒരു മാന്ത്രികൻ പോലെയല്ല, പക്ഷെ എന്തും അട്രാക്ട് ചെയ്തെടുക്കാനുള്ള പവർ നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് ഇവിടെ ചിലരെങ്കിലും സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരെ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബേസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു സെപ്പറേഷനിൽ നിങ്ങൾക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ ഒരു കാര്യങ്ങൾക്കും കോൺസെൻട്രേറ്റ് കൊടുക്കാൻ ഒന്നും സാധിച്ചിട്ടുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ അതിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയവരുടെ എനർജി ഇവിടെ ഉണ്ട്. ഓക്കെ, അത് ഏറ്റവും നല്ല കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ ഈ ഒരു എനർജി തന്നെ എന്താ പറയാ, ഇങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും ഈ ഒരു സെൽഫ് ലവ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറുടെ കാര്യമായിക്കോട്ടെ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ കാര്യം നിങ്ങളിലേക്ക് എത്തുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ, നിങ്ങള് തളർന്നിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു എനർജിയും കൂടെ നിങ്ങളൊന്ന് മാറ്റേണ്ടതാണ്. അതായത് ഈ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ തളർന്നിരിക്കുന്ന ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ മിണ്ടാതെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്നതാണ്. അവരെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാകാം, മീറ്റ് ചെയ്യാം, ആൻഡ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ചിലരെങ്കിലും ഇവിടെ ഫോർഗീവ് ചെയ്തിട്ടുണ്ടാകാം. അതായത് മനസ്സിൽ അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ടാകാം. നിങ്ങളെടുത്ത് തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, അത് ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണെങ്കിലും, നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റിന് നിങ്ങൾ മനസ്സിൽ അവർക്ക് മാപ്പ് കൊടുത്തിട്ടുള്ള വ്യക്തികളുടെ എനർജി ഇവിടെ ഉണ്ട്. സോ അത് നല്ല കാര്യമാണ്. ബിക്കോസ് അവർക്ക് നിങ്ങളടുത്തുള്ള ആ ഒരു ദേഷ്യം കാര്യങ്ങൾ ഒക്കെ തന്നെ മറന്നിട്ട് ഈ വ്യക്തി ആരാണെങ്കിലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. അവരെയൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ്, അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം അല്ല, നിങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഒരു ട്രസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇതെനിക്ക് കിട്ടും. ഈ പേഴ്സൺ എന്നെ വിട്ടുപോയിട്ടുള്ള, ഒരിക്കലും തിരിച്ചു വരുമെന്ന് പോലും പ്രതീക്ഷയില്ലാത്തൊരു വ്യക്തി നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചു പോയിട്ടുണ്ടാകാം. ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷയാണ്, ഒരുപാട് പ്രതീക്ഷ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോ ഇല്ല, ഇതൊന്നും നടക്കില്ല, ഇതൊന്നും കിട്ടില്ല, ഇതിന് കാത്തു നിൽക്കണ്ട എന്നൊരു എനർജിയിലേക്ക് നിങ്ങൾ പോകും. പക്ഷെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു കറന്റ് സിറ്റുവേഷൻ ആണ് നിങ്ങളത് കാണുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാം തരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിലൊരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഉടനെ തന്നെ നിങ്ങൾക്കൊരു ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു എമൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കത് ചിന്തിക്കുമ്പം എവിടെ നിന്ന് കിട്ടും, എന്ത് കിട്ടും, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരുമില്ല. ഇപ്പൊ റിലേഷൻഷിപ്പ് കേസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുള്ളവർ വരുമെന്ന് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അഫ്കോഴ്സ് നിങ്ങളിലേക്ക് തന്നെ അത് എത്തിച്ചേരുകയാണ്. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ആവുന്നില്ല, സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ കരുതുന്നവരുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കത് ഉടനെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ഇത് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടായിരിക്കാം.
ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടി സംതിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട്, ആരുടെ അടുത്തുനിന്നെങ്കിലും ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടുന്നതാണ്. ഓക്കെ, ഇത്രയും നാളും നിങ്ങളെ ലൈഫിൽ ഭയങ്കരമായിട്ട് റിസ്ക് എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും, നിങ്ങളുടെ എനർജി വളരെ ഡൗൺ ആയി പോയിട്ടുണ്ടാകും. അതിൽ നിന്നും നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകും. ഇത് ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. റിലേഷൻഷിപ്പ് ബേസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അപ്പോഴൊന്നും നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ഈ ഒരു വെയിറ്റിംഗ് ഗെയിം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഫിനാൻഷ്യലി ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി വരുന്നതാണ്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ നിങ്ങളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എന്താ പറയാ, ദൈവം എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവമായിട്ട് സഹായിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും ദൈവത്തെ പോലെ ഒരാൾ വന്നു എന്നൊക്കെ പറയുന്നത് പോലെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾ ഇമോഷണലി ഡാം ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇമോഷണലി തളർന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരെ അതിൽ നിന്നും ഒന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം തരാൻ വേണ്ടിയിട്ട് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. അവരെ നിങ്ങൾ പരിചയപ്പെടുന്നതാണ്. ഓക്കെ, പഴയ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ്. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളടുത്ത് തന്നെ മാപ്പ് പറഞ്ഞിട്ട് വരുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡെത്ത് കാർഡാണ്, റീബേർത്ത് ആണ്. അതായത് നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ എൻഡ് ആയിട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. ഓക്കെ, നിങ്ങളിവിടെ നിങ്ങളെ കെട്ടിവെച്ചിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഉത്കണ്ഠ, നിങ്ങളുടെ ആൻസൈറ്റി, നിങ്ങൾ ഒരു സൈഡ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ഒരു നാണയത്തിന്റെ അപ്പുറം ഇപ്പുറം പോലെ ഒരു സൈഡ് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, നിങ്ങൾ ചെയ്യേണ്ട മാനിഫെസ്റ്റ് മെത്തേഡ് നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഒരു സൈഡ് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു എനർജി മാറ്റിയിട്ട് നിങ്ങൾ ഒറ്റ ചിന്തയിലേക്ക് വരണം. അതായത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ട്രസ്റ്റിലേക്ക് നിങ്ങൾ വരണം. അവിടെയാണ് ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നിങ്ങൾ നെഗറ്റീവ് വൈബ്രേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും അട്രാക്ട് ആയിട്ട് വരിക. അതായത് ഞാൻ പറയാറുണ്ട്, നമുക്ക് എന്ത് നല്ല കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അടുത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു എനർജി വരും, ഒരു നെഗറ്റീവ് ടെൻഡൻസി നമുക്ക് വരും. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെയും വരാം. അതായത് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് റിലേഷൻഷിപ്പില് നിങ്ങളുടെ ആളെ നിങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും, ആളെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അത് എൻഡ് ചെയ്യാം. അവർ വരില്ല, അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷ കൊടുക്കണ്ട എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരാം. അത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളിലേക്ക് എത്തുകയാണ്. ഓക്കെ, എക്സ്പീരിയൻസ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. ഈ വെയിറ്റിംഗ് ഗെയിം എൻഡ് ആകുന്നതാണ്. ഓക്കെ, ജഡ്ജ്മെന്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾ തന്നെ നിങ്ങൾക്കൊരു റിയൂണിയൻ അവരായിട്ട് തന്നെ നിങ്ങളടുത്തോട്ട് വരുന്നതാണ്. ഇനിയിപ്പോ ഫോർഗീവ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുക അവർക്ക്. ഓക്കെ, മനസ്സിൽ മാപ്പ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സൈൻ ഒക്കെ കാണുന്നുണ്ടാകാം. നിങ്ങൾ ഈ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ അടുത്തോട്ട് തന്നെ വരുന്നുണ്ട് എന്നതിനുള്ള തെളിവിനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില സൈനുകൾ തരുന്നുണ്ടാകാം. നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം, 333 കാണുന്നുണ്ടാകാം, കൂടുതൽ പേരും 2222 കാണുന്നുണ്ടാകാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ വൈറ്റ് തൂവൽ കാണുന്നുണ്ടാകാം. അതുപോലെ തന്നെ പൂമ്പാറ്റകളെ, ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം. വൈറ്റ് കളർ കാണുന്നുണ്ടാകാം, യെല്ലോ കളർ കാണുന്നുണ്ടാകാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കാണുന്നത് പിന്നെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു അടയാളമാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പേഴ്സണെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ പേരുകൾ റിപ്പീറ്റ് കാണുന്നത്, അല്ലെങ്കിൽ പേരുകൾ റിപ്പീറ്റ് കേൾക്കുന്നത്, നിങ്ങൾ സോങ് ആയിട്ട് നിങ്ങൾക്കുള്ള മറുപടികൾ കേൾക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല.
ഓക്കെ, ആ നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക.